അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവും നമ്മൾ വലിയ എന്തോ ആണ്, നമ്മൾ വലിയ കൊളാണ്ടറാണ്. അതായത് വേറൊന്നല്ല, ഈ കൊളാണ്ടർ എന്ന വാക്കൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലേ, ഉണ്ട്. വേറൊന്നല്ല, നമ്മൾ ബൈക്ക് ഓടിക്കുന്നത് ഇപ്പോൾ 10-20 വർഷമായിട്ട് ബൈക്ക് ഓടിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് നമ്മളെ തോൽപ്പിക്കാൻ ആരുമില്ല, നമ്മൾ അഗ്രഗണ്യന്മാരാണ്. ഹായ്, ഹലോ, നമസ്കാരം. കൊച്ചിയിൽ നല്ല മഴയാണ്. കൊച്ചിയിൽ മാത്രമല്ല, കേരളത്തിൽ മൊത്തം നല്ല മഴയാണ്. നിങ്ങൾ ഈ കുട നോക്കിയോ? ഈ കുടയുടെ മുകളിൽ കാറിൻ്റെയും ബൈക്കിൻ്റെയൊക്കെ സിമ്പിൾ ഉണ്ട്. അതായത് ഇത് ആദിയുടെ കുടയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് 2021 മോഡൽ വേഴ്സിസ് 650 ആണ്. 650. അപ്പോൾ നിഞ്ച 650 വെച്ചിട്ടുള്ള ഒരു അഡ്വഞ്ചർ ടൂറാണത്. അപ്പോൾ വണ്ടിപ്രാന്തൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വണ്ടി വിശദമായി തന്നെ പരിചയപ്പെടാം. അപ്പോൾ ഏകദേശം 7,34,000 രൂപയോളം എക്സ്ഷോറൂം പ്രൈസ് വരുന്ന ഒരു വണ്ടിക്ക് പാരലൽ ട്വിൻ എഞ്ചിനാണ്. അപ്പോൾ എന്തായാലും എല്ലാ കാര്യങ്ങളും പറയാം. സ്വാഗതം. ഈ ഒരു വേഴ്സിസ് 650 എന്നത് ഒരു അഡ്വഞ്ചർ ടൂറാണല്ലോ. അപ്പോൾ ഒരു ലോങ് ട്രിപ്പ് പോകാം എന്നുള്ള കണക്കിലാണ് ഈ വണ്ടി എടുത്തത്. ഒരു ലോങ് ടൂർ. പക്ഷേ മഴ ചതിച്ചു. എന്നാലും റൈഡിന് വേണ്ടി പോയി അത്യാവശ്യം നന്നായി മഴ കൊണ്ടു, നനഞ്ഞ് കുളിച്ച് തിരിച്ചു വന്നു. അപ്പോൾ ഏറ്റവും പുതിയ വേഴ്സിസുമായിട്ട് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ പുതിയ വണ്ടിക്ക് ആ ഒരു LED ലാമ്പുകളൊക്കെ കാണാം. ഫ്രണ്ടൊന്നും വ്യത്യാസമുണ്ട്. ഇത് 2021 മോഡലല്ലേ. നമുക്ക് ഈ വണ്ടിയുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ പറയാം. അതായത് ആ ബീക്ക് പോലുള്ള ഭാഗം കണ്ടോ, ആ ഫേഷ്യയുടെ. കൂടാതെ ആ ഒരു ടിൻ ഹെഡ് ലാംപ്സ് മനോഹരമാണെന്ന് കാണാം. ഇതിന് 2 കളറുകളുണ്ട്. പക്ഷേ ഈ പച്ചയാണ് എൻ്റെ ഫേവറേറ്റ്, ഈ പച്ചയും ബ്ലാക്കും. ഇനി ആ ഒരു ABSൻ്റെ വാണിങ് 2 വശങ്ങളിലും കാണാം. കൂടാതെ പെറ്റൽ ഡിസ്ക് കണ്ടില്ലേ, നിസിൻ്റെ ബ്രേക്സാണ്. കൂടാതെ ആ ഒരു റിഫ്ലക്ടർ കൂടി കാണാം. ഇനി റേഡിയേറ്ററിൻ്റെ ആ ഒരു ഗ്രില്ലും ഈ ഒരു ക്രാഷ് കാർഡ് നമ്മൾ ആക്സറി ചെയ്താണ്. ആ ഒരു ആക്സറി മാത്രമേ ചെയ്തിട്ടുള്ളൂ, പക്ഷേ അത് ശരിക്കും മനോഹരമാണെന്ന് കാണാം. ഈ ഒരു ക്രാഷ് കാർഡ് തികച്ചും വലുതാണ്. അതായത് ഈ ഒരു ഫെയറിങ്ങിനെ മുഴുവനായി തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അതിന് പറ്റും. പിന്നെ ഇൻഡിക്കേറ്ററൊക്കെ തന്നെ ആ ഒരു ഫെയറിങ്ങിലാണെന്ന് കാണാം. ഈ ഒരു വിൻസ്ക്രീൻ എന്ന് പറയുമ്പോൾ ഈ ഒരു വിൻസ്ക്രീൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എളുപ്പമാണ്. നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. എന്നാലും ഈ വിൻസ്ക്രീൻ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കാം. ഇനി ട്വിൻ എഞ്ചിനാണ്. അപ്പോൾ ആ എക്സോസ്റ്റ് പൈപ്പിൻ്റെ ആ ഒരു ഭാഗം കണ്ടില്ലേ, താഴെയുമുണ്ട് ആ ഒരു പ്ലാസ്റ്റിക് ക്ലാഡിങ്. വലിയ ഫ്യൂൽ ടാങ്കാണ്. ആ ഒരു ഫ്യൂൽ ടാങ്കിൻ്റെ മുകളിൽ കവാസാക്കി വേഴ്സസ് എന്നുള്ള ആ ഒരു ഫെയറിങ്ങോട് കൂടിയ ആ ഒരു ലെറ്ററിങ് കാണാം, അല്ലെങ്കിൽ പേര് കാണാം. തികച്ചും വലിയ വണ്ടിയാണ് ഈ ഒരു കവാസാക്കി വേഴ്സസ് 650. അതുകൊണ്ട് തന്നെ ആ ഒരു വലിയ ഫെയറിങ് ആ ടാങ്കിലേക്ക് കയറ്റി വെച്ച പോലെ കാണാം. കൂടാതെ ഈ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 19 ലിറ്ററാണ്. ഇനി താഴെ ആ ഒരു ചെറിയ ഹോൺ കണ്ടോ, സിംഗിൾ ഹോണാണ്. ഈ വണ്ടിയുടെ ഒരു ക്യാരക്ടറിന് ചേരാത്ത ഹോണെന്ന് പറയാം. ഇനി ഈ ഒരു വേഴ്സസ് 650ക്ക് ABS ഉണ്ട്. സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റാത്ത ABS ആണ്. അതായത് അഡ്വഞ്ചർ ടൂറാണെങ്കിൽ കൂടി നമുക്ക് ഈ ഒരു വണ്ടി എന്താ പറയുക, ഓഫ് റോഡൊക്കെ എടുക്കുമ്പോൾ ആ ഒരു ABS ഓഫ് ചെയ്യാൻ പറ്റില്ല. ഇനി ഒരു ബീക്ക് പോലുള്ള ഭാഗം ഒന്നുകൂടി കാണിക്കാം. തികച്ചും മനോഹരമാണെന്ന് കാണാം. എനിക്ക് തോന്നുന്നു പൾസർ 220 പോലുള്ള ബൈക്കുകൾക്ക് ഈ ഒരു ബീക്ക്, ആ ഒരു ബീക്കിൻ്റെ ഐഡിയ വന്നത് ഇതുപോലുള്ള വണ്ടികളിൽ നിന്നാണ്. ഇനി അലൂമിനിയമാണ് ആ ഒരു ലിവറുകളൊക്കെ തന്നെ. ലിവർ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഫ്രണ്ട് ബ്രേക്കും, കൂടാതെ ആ ഒരു ക്ലച്ച് ലിവറും, കൂടാതെ വലിയ ഒരു ഹാൻഡിൽ ബാറാണ്. ഈ ഹാൻഡിൽ ബാർ ക്ലിപ്പോൺസ് ഒന്നല്ല, വലിയ ഒരു സിംഗിൾ പീസ് ഹാൻഡിൽ ബാറാണ്. ഇനി മീറ്റർ കൺസോളിലേക്ക് വരാം. അതുകൂടാതെ ഈ ഒരു സസ്പെൻഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ആ ഒരു പ്രീലോഡും, ഇവിടെ നമുക്ക് ആ ഒരു ടെൻഷൻ്റെ ആ ഒരു സിമ്പിളും കാണാം. ഇനി കീ ഹോൾ കണ്ടില്ലേ, കീ ഹോൾ മുന്നിലാണ്, ടാങ്കിൻ്റെ മുകളിലല്ല. അതായത് അത് ആ ഒരു ഫോർക്കിൻ്റെ മുകളിൽ തന്നെയാണ്. പുതിയ 2022 മോഡൽ വേഴ്സസിന് 650ക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒക്കെ ഉണ്ട്. ഈ വണ്ടിക്കകത്ത് അതൊന്നും കണ്ടിട്ടില്ല. ഇനി താഴേക്ക് വരുമ്പോൾ ആ ഒരു ഗ്രാഫിക്സ് കണ്ടോ, ടാങ്കിൻ്റെ മുകളിൽ മനോഹരമായ ഗ്രാഫിക്സാണ്, പച്ച ഗ്രാഫിക്സാണ്. കൂടാതെ വലിയ സീറ്റാണെന്ന് കാണാം. 2 സീറ്റുകളുണ്ട്. 2 സീറ്റുകൾ എന്ന് പറയുമ്പോൾ സ്റ്റെപ്പ് അപ്പ് സീറ്റുകളാണ്. ആ സീറ്റുകളുടെ ഒരു മെറ്റീരിയൽ കൊള്ളാം. പക്ഷേ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 5.7 ഞാൻ. എനിക്ക് തന്നെ കാല് കഷ്ടിച്ചെത്തുന്നവരുള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ല ഉയരമുള്ളൊരു വണ്ടി കൂടിയാണ് ഈ ഒരു വേഴ്സസ് 650. ആ ഒരു ഗിയർ ലിവറിൻ്റെ ആ ഒരു കളറൊക്കെ കണ്ടോ. കൂടാതെ സൈഡ് സ്റ്റാൻഡ് അത്യാവശ്യം സ്റ്റേഡിയാണ്. ആ ഒരു സൈഡ് സ്റ്റാൻഡ് ഇട്ടാൽ നമ്മൾ കയറുന്നാലും കാര്യമായിട്ട് പ്രശ്നമൊന്നും തന്നെ ഇല്ല. ഇനി ഈ ഒരു റിയർ ഷോക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന റിയർ സസ്പെൻഷനും വേഴ്സസ് 650യുടെ ഭാഗമാണ്. താഴെ ആ ഒരു ബ്രേക്ക് പെഡൽ കണ്ടോ, ചെറിയൊരു ബ്രേക്ക് പെഡലാണ്. കൂടാതെ അണ്ടർ ബെല്ലി എക്സോസ്റ്റ് കൂടി ഈ ഒരു വണ്ടിക്കുണ്ട്. ഇനി വലിയ ഒരു സ്വിംഗ് ആം കാണാം. കൂടാതെ വലിയ വീലാണെന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അതായത് 160 സൈസ് വീലാണ്. ആ ഒരു നിസിൻ്റെ ബ്രേക്ക് സിസ്റ്റം ബാക്കിലും കാണാം. പെറ്റൽ ഡിസ്ക് കൂടിയുണ്ട്. വായുവിൽ നിൽക്കുന്ന പോലുള്ള ഈ ഒരു ഫുഡ് പെക്സ് കാണാൻ മാത്രമല്ല യൂസബിളുമാണെന്നുള്ളതാണ്. ഇനി ഈ ഒരു ഗ്രാബ് ഹാൻഡിലിൻ്റെ താഴെ ആ ഒരു ഭാഗങ്ങളൊക്കെ പനീർ ബോക്സ് ഒക്കെ ഉള്ളതാണ്. അതൊക്കെ തന്നെ ആ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് നമുക്ക് കിട്ടും. നമുക്ക് ആക്സറീസ് ആയിട്ട് മേടിക്കാം. കൂടാതെ ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ടെന്നുള്ളതൊന്ന് പറയാം. ഇനി ക്ലച്ച് പെഡലിൻ്റെ ആ ഒരു ഭംഗിയുണ്ടോ.
ഇനി അലുമിനിയമാണ് ആ ഒരു ക്ലച്ച് ലിവർ എന്നുള്ളതും പറയേണ്ടതുണ്ട്. സാധാരണ നമ്മുടെ ട്രഡീഷൻ എന്ന് പറയുന്നത് ആ ഒരു സീറ്റൊക്കെ ഊരി കാണിക്കാനുള്ളതാണ്. മഴ പെയ്യുന്നതുകൊണ്ട് നടക്കില്ല. ഈ ഒരു വീലിന് ഹഗ്ഗറൊന്നുമില്ല കേട്ടോ. വലിയ വീലാന്നുള്ളത് തികച്ചും ഒരു എവിഡൻ്റ് ആണെന്നുള്ളതാണ്. വേഴ്സിസ് 650യുടെ ബാക്കിൽ സ്മോക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ലാമ്പ് കാണാം. അതായത് ടൈൽ ലാമ്പ് കാണാം. LED ടൈൽ ലാമ്പാണത്. അത് വണ്ടിയുടെ കളറിലേക്ക് അലിഞ്ഞ് ചേരുന്നുണ്ട്. കത്തുമ്പോൾ മാത്രമേ അവിടെ മനസ്സിലാവുള്ളൂ. കൂടാതെ ഈ ഹാങ് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു ബാക്കിലെ ഈ ഒരു നമ്പർ പ്ലേറ്റ് ഹോൾഡറും ഇൻഡിക്കേറ്ററൊക്കെ കണ്ടോ. ഇത് ആ ഒരു പിന്നിലെ ചളി തടഞ്ഞു നിർത്താൻ പര്യാപ്തമല്ല. പിന്നിൽ വരുന്ന ആൾക്ക് അത്യാവശ്യം നല്ല ചളി അടിക്കാൻ ചാൻസ് ഉണ്ട്. കൂടാതെ അത്യാവശ്യത്തിന് ഹീറ്റേ ഉള്ളൂ. ഒരുപാട് ഓവർ ഹീറ്റൊന്നും ആവുന്നില്ല. സുഖമായിട്ട് നമുക്ക് സിറ്റിയിലൂടെ ഓടിക്കാൻ പറ്റിയ വണ്ടി എന്നൊക്കെ വേണ്ടി പറയാം. ഈ ഒരു വിൻഡ് സ്ക്രീനും ഈ ഒരു മീറ്റർ കൺസോളും കണ്ടോ. ഞാൻ കീ ഓൺ ചെയ്യാം. കീ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു മീറ്റർ കൺസോളിൽ നമുക്ക് ഓടോ അല്ലെങ്കിൽ ട്രിപ്പ്, ക്ലോക്ക്, ഗിയർ ഇൻഡിക്കേറ്റർ, ഫ്യൂൽ മീറ്ററൊക്കെ തന്നെ കാണാം. ഓയിൽ ഇൻഡിക്കേഷനും ആ ഒരു ഓഡോമീറ്റർ ലൈറ്റൊക്കെ തന്നെ കാണാം. ഇനി ഈ ഒരു ബട്ടണിൽ നമുക്ക് ഓടോ മാറി ട്രിപ്പ് A, ട്രിപ്പ് B, കൂടാതെ ഇൻസ്റ്റൻറ്റൻസ് ഫ്യൂൽ എഫിഷ്യൻസി, കൂടാതെ ആവറേജ് km ലിറ്റർ, റേഞ്ചൊക്കെ തന്നെ കാണാം. റേഞ്ച് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് MT. അപ്പോൾ ഈ ഒരു ഗിയർ ഇൻഡിക്കേറ്റർ കൂടെ കാണാമെന്നുള്ളതാണ്. ഇനി കീ എന്ന് പറയുന്നത് ഈ ഒരു ഹാൻഡിൽ ബാറിൻ്റെ താഴെയായിട്ടാണ്. അപ്പോൾ കീ എന്ന് പറയുന്നത് മനോഹരമായ ഒരു കുഞ്ഞൻ കീയാണ്. അതിന് നമ്മൾ കാവാസാക്കിയുടെ ആ ഒരു ലോഗോ കാണാം. ഇനി സ്വിച്ചുകളെ കുറിച്ച് പറയുമ്പോൾ എൻജിൻ കിൽ സ്വിച്ചും ആ ഒരു സെൽഫ് സ്റ്റാർട്ട് സ്വിച്ചും കാണാം. ഇടതുവശത്താണെങ്കിൽ ഇൻഡിക്കേറ്റർ ഡിം ബ്രൈറ്റ് ചെയ്യാനും ആ ഒരു ഹസാർഡ് ലൈറ്റും ആ ഒരു ഹോൺ സ്വിച്ചും കാണാം. അപ്പോൾ ഹോൺ തികച്ചും മീക്കി ഹോണാണ്. ഇനി ഈ ഒരു ഗ്രിപ്പൊക്കെ തന്നെ അത്യാവശ്യം നല്ല കംഫർട്ടബിളായിട്ട് പിടിക്കാവുന്ന ഗ്രിപ്പാണെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു 250 അല്ലെങ്കിൽ ഒരു 300 ഒക്കെ ഓടിച്ചേക്കുന്ന ആളുകൾക്ക് ഇത്തിരി ഒരു അപ്ഗ്രേഡ് വേണം. ഒരു അഡ്വഞ്ചർ ടൂറാണ് നോക്കുന്നതെങ്കിൽ അതിന് പറ്റിയ വണ്ടിയാണ് ഈ ഒരു വേഴ്സസ് 650 എന്നുള്ളതാണ്. അതായത് എനിക്കിത് കൊണ്ടുനടക്കാൻ വളരെ എളുപ്പമായിട്ട് തോന്നി. അത് മാത്രമല്ല അത്യാവശ്യം നല്ല പവർഫുള്ളാണ്. ഇപ്പോൾ ഇതിൻ്റെ പവർ ടോർക്ക് ഫിഗറുകൾ എന്ന് പറയുന്നത് ഈ ഒരു പാരലൽ ട്വിൻ എഞ്ചിൻ്റെ 66 bhp, അതായത് 66 bhp കൂടാതെ 61 Nm ആണ്. അപ്പോൾ 19 ലിറ്റർ ഫ്യൂൽ ടാങ്കും അത്യാവശ്യം ഒരു ഫ്യൂൽ എഫിഷ്യൻസി ആയിട്ട് നമുക്ക് അത്യാവശ്യം ടൂറൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. ഒരു ലോങ് എല്ലാം പോകാനും വലിയ ബുദ്ധിമുട്ടൊന്നും കാണില്ല. അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ. ഇനി വണ്ടി റോഡിലേക്ക് എടുത്ത് ഓടിച്ചു പോകണം. അതായത് ഒരു ഫൺ റൈഡ് ചെയ്യാം. നമ്മളിപ്പോൾ സൂപ്പർ ബൈക്ക് ഓടിച്ചിട്ട് അല്ലെങ്കിൽ സ്പോർട്സ് ബൈക്ക് ഓടിച്ചിട്ട് ആ വണ്ടിയെക്കുറിച്ച് പറയാൻ തക്കുന്ന സ്പീഡോ അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു പവറോ നമുക്കിവിടെ എടുക്കാൻ പറ്റില്ല. ജെർമി ക്ലാക്സൺ പറയുന്ന പോലെ സ്പീഡ് ആൻഡ് പവർ, അതാണ് എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. നമുക്ക് വണ്ടി എടുത്ത് ഓടിക്കാം. കവാസാക്കി വേഴ്സസ് 650, അതായത് 650 ഓടിക്കുകയാണ്. 66 bhp, 61 Nm അതിൻ്റെ സ്പെക്ക് എന്ന് പറയുന്നത്. ഇതൊരു പാരലൽ ട്വിൻ എഞ്ചിനാണ്. അപ്പോൾ ട്വിൻ എഞ്ചിനുള്ള വണ്ടി നമ്മൾ മുമ്പ് അഗ്രസീവായിട്ട് ഓടിച്ച വണ്ടി എന്ന് പറയുന്നത് ആഫ്രിക്ക ട്വിൻ ആയിരിക്കും. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കാര്യം പറയുമ്പോൾ ഇത് ശരിക്കും ഒരിത്തിരി മിതമായ വണ്ടിയാണ്. അത് മിതഭാഷയായിട്ടുള്ള വണ്ടിയാണ്. മിതഭാഷ എന്ന് പറയുമ്പോൾ കാണുമ്പോഴും അല്ലെങ്കിൽ ഓടിക്കുമ്പോഴും നമുക്ക് വലിയൊരു രൗദ്രതൊന്നും ഫീൽ ചെയ്യില്ല. പക്ഷേ കൈ കൊടുത്താൽ വലിച്ചു കയറി പോകുന്ന ആ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം കേമനാണ് താനും. 650 cc, 650 cc എന്ന് അവർ പറയുന്നതിലും ഏകദേശം 648 cc ആണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ പവറും ടോർക്കും ഫിഗറുകളൊക്കെ തന്നെ നല്ലതാണ്. അതായത് എനിക്ക് തോന്നുന്നു ഒരു അഡ്വഞ്ചർ ബൈക്ക് എന്ന നിലയ്ക്കും ഒരു 650 cc ഉതകുന്ന, അപ്പോൾ 650 എന്ന് പറയുന്ന ആ ഒരു 650 നീതി പുലർത്തുന്ന 66 bhp, 61 Nm എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഒരു പവർ ടോർക്ക് ഫിഗറുകളാണ്. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ ഇത് പാരലൽ ട്വിന്നാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സൗണ്ടൊക്കെ അത്യാവശ്യം നല്ല സൗണ്ടാണ്. നല്ല സൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ ഓടിച്ചു പോകുമ്പോൾ വലിയ കാര്യമായിട്ടുള്ള ഒരു സൗണ്ടൊന്നും നമുക്ക് അലോസരം ഉണ്ടാകില്ല. പക്ഷേ ഒന്ന് കൈ കൊടുത്താൽ ആ ഒരു എക്സോസ്റ്റ് നോട്ട് ശരിക്കും വൃത്തിയായി തന്നെ കേൾക്കാം. അത് നല്ല ഇമ്പമുള്ള സൗണ്ടാണ്. ഇനി കുറച്ചൊരു 2 വീലറിൻ്റെ കാര്യം പറയാം. നമ്മൾ എപ്പോഴും സൂപ്പർ ബൈക്ക് ഓടിക്കുന്ന ആളുകളൊന്നുമല്ല. ഇടയ്ക്കൊന്ന് എടുത്ത് ഓടിക്കുക, അതല്ലെങ്കിൽ എന്താ പറയുക റിവ്യൂ ചെയ്യാൻ വേണ്ടി ഓടിക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ട്രിപ്പ് പോകാൻ വേണ്ടി ഓടിക്കുക. അങ്ങനെയാണ് നമ്മൾ ഈ ബൈക്കുകളൊക്കെ ഓടിക്കുന്നത്. അങ്ങനെ ഓടിക്കുമ്പോൾ ഈ ബൈക്കുകളുമായിട്ടുള്ള ഒരു ഇടപെടലുണ്ട്. ഇടപെടൽ എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ സാധാരണ ബൈക്ക് ഓടിക്കുമ്പോൾ എങ്ങനെ പറമ്പന ഓടിക്കലാണ്. അതായത് ചുമ്മാ കൈ കൊടുത്തങ്ങ് ഓടിക്കും. ഇപ്പോൾ ചില ആളുകളെ കണ്ടിട്ട്, ചില കൊച്ചുകളെ കണ്ടിട്ട്, കൊച്ചുങ്ങളെന്ന് പറയുമ്പോൾ അധികം പ്രായമില്ലാത്ത ആളുകളായിട്ട് കണ്ടാൽ മതി. അതൊരു 18 വയസ്സായ ഡേസിൻ്റെ അടുത്ത് സ്കൂട്ടർ ഓടിക്കുന്ന ആൾക്കാർ, അവർ ഒരു സൈഡിലേക്കൊക്കെ ചെരിഞ്ഞ് അങ്ങ് ഒരു ഫ്രീക്കത്തരം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈയിടെ TVSൻ്റെ ഒരു റേസിംഗ് ട്രെയിനിങ്ങിന് പോയിട്ടുണ്ടാകും. ആ ഒരു റേസിംഗ് ട്രെയിനിങ്ങിന് പോയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവും നമ്മൾ വലിയ എന്തോ ആണ്, നമ്മൾ വലിയ കൊളാണ്ടറാണ്. അതായത് വേറൊന്നല്ല, ഈ കൊളാണ്ടർ എന്ന വാക്കൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലേ, ഉണ്ട്. വേറൊന്നല്ല, നമ്മൾ ബൈക്ക് ഓടിക്കുന്നത് ഇപ്പോൾ 10-20 വർഷമായിട്ട് ബൈക്ക് ഓടിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് നമ്മളെ തോൽപ്പിക്കാൻ ആരുമില്ല, നമ്മൾ അഗ്രഗണ്യന്മാരാണ്. ആ ഒരു തോന്നലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ട്രാക്കിലൊന്ന് പോയി ഓടിച്ചു കഴിയുമ്പോൾ ആ ഒരു തോന്നൽ മാറും. ഞാനിത് ആ ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് TVSൻ്റെ ഒരു എക്സ്പീരിയൻസ് വീഡിയോ ഷെയർ ചെയ്യുന്നത്, അധികം പേരൊന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് ഒന്നുകൂടി പറഞ്ഞു തന്നുള്ളൂ. അപ്പോൾ വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് ശരിക്കും ഒരു കലയാണ്. കല എന്ന് പറയുമ്പോൾ വണ്ടിയോട് ഇണങ്ങി ചേർന്ന് വണ്ടിയെ മനസ്സിലാക്കി ഓടിക്കണം. ഇതൊരു പുതിയ വണ്ടി, ഡെലിവറി ചെയ്ത വണ്ടി ആയതുകൊണ്ട് ഞാൻ റെഡ് ലൈനും ചെയ്യുന്നില്ല. 10,000 RPM റെഡ് ലൈൻ മാർക്ക് ചെയ്യണം. റെഡ് ലൈൻ ചെയ്യാന്ന് പറയുമ്പോൾ
വേഴ്സസിനെ സംബന്ധിച്ച് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ചെയ്യുന്നില്ല. അതിന് കാരണം എന്ന് പറയുന്നത് നമ്മൾ ഈ വണ്ടി ഒരു എക്സ്പീരിയൻസ് ട്രെയിനിന് എടുത്താണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ എക്സ്പീരിയൻസ് ട്രെയിനിന് എടുത്ത വണ്ടി നമ്മൾ ഒരിക്കലും അങ്ങനെ കൈ കൊടുത്ത് പൊളിക്കേണ്ട കാര്യമൊന്നുമില്ല. അതായത് ലീഗൽ സ്പീഡിൽ തന്നെ ഏകദേശം ഒരു 5000-6000 RPM ഒക്കെ ധാരാളമാണെന്നുള്ളത് പറയാം. അപ്പോൾ തന്നെ നമ്മൾ പോകുന്നത് ഏകദേശം നല്ല സ്പീഡിലാണ്. ഇനി ഞാൻ ഒന്നും കൂടി ഒന്ന് കൈ കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം 6ാമത്തെ ഒരു ഗിയറിലാണ്. അതായത് ഒരു 60 സ്പീഡ് ഗിയർ ബോക്സുള്ള വണ്ടിയാണ് ഈ വേഴ്സസ് 650. എല്ലാം 6ആണല്ലേ. 66 bhp, 61 Nm, 6 ഗിയർ ബോക്സ്, 650 cc, കംപ്ലീറ്റ് 6 ആടുകയാണ്. അപ്പോൾ 6 ആടുന്നൊരു വണ്ടിയാണിത്. 6ൽ ആടുന്നൊരു വണ്ടി എന്ന് പറയാം. അങ്ങനെ ഈ ഒരു വിൻസ്ക്രീനിലോട്ട് കാര്യമായിട്ട് കാറ്റൊന്നും അടിക്കാതെ നമുക്ക് സുഖമായിട്ടൊന്ന് ടൂർ ചെയ്യാൻ പറ്റിയൊരു വണ്ടി എന്ന് നിലയ്ക്കുന്നതിന് കാണാം. കൂടാതെ വഴിക്ക് ഒരു പാടമോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഓഫ് റോഡ് ട്രാക്കോ എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ ചുമ്മാ അങ്ങ് ഇറങ്ങി ചെന്ന് ഒരു ഇത്തിരി കുന്തലപ്പൊക്കെ കാണിച്ച് ചുമ്മാ തിരിച്ച് കയറി വരാവുന്നൊരു വണ്ടി. അതായത് കംപ്ലീറ്റ് അഡ്വഞ്ചർ ആയിട്ടുള്ള വണ്ടി എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ ഹിമാലയൻ ഓടിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ നമുക്ക് അഡ്വഞ്ചർ ബൈക്കിനോട് ഇറങ്ങാത്ത ഭ്രമമുണ്ട്. അഡ്വഞ്ചർ ബൈക്കിൻ്റെ ഒരു അപ്ഗ്രേഡൊക്കെ നോക്കുന്നുണ്ട്. അതായത് 10 ലക്ഷം താഴെ ഒരു അഡ്വഞ്ചർ ബൈക്കൊക്കെ മേടിക്കാം. ഒരു കാറ് മേടിക്കുന്നില്ല, പകരം ഒരു അഡ്വഞ്ചർ ബൈക്കാണ് മേടിക്കാൻ തീരുമാനിച്ചത് എന്നൊക്കെ പറയാം. ഇപ്പോൾ നമ്മുടെ യുവാക്കളൊക്കെ അത്യാവശ്യം നന്നായി ഏൺ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് പറ്റിയൊരു വണ്ടിയായിട്ട് ഈ ഒരു കാവാസാക്കി വേഴ്സസിന് തോന്നി. അപ്പോൾ ഞാൻ ഈ വണ്ടി മേടിച്ച ആളുടെ കാര്യം കൂടി പറയാം. അദ്ദേഹം ഈ വണ്ടി എടുത്തതും ഇതുപോലത്തെ ഒരു ആവശ്യമൊക്കെ തന്നെയാണ്. അതായത് ഇടയ്ക്കൊന്ന് ടൂർ പോകാനും, ടൂറിംഗ് ആണ് ഉദ്ദേശിച്ചത്, ടൂർ പോകല്ല, ടൂർ നമുക്ക് വേണമെങ്കിൽ ട്രാവലറിനും പോകാം. അപ്പോൾ ടൂറിങ്ങിന് വേണ്ടിയിട്ടൊരു ബൈക്ക് എന്ന നിലയ്ക്ക് വണ്ടി മേടിച്ചു. അതായത് 7,37,000 രൂപയോളമാണ് ഒരു എക്സ്ഷോറൂം പ്രൈസ്, സ്റ്റാർട്ടിംഗ് പ്രൈസ്. അപ്പോൾ ആ ഒരു പ്രൈസ് എന്ന് പറയുന്നത് എക്സ്ഷോറൂം പ്രൈസ് ആണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് ആയിട്ട് തോന്നുന്നു ഒരു 8.5 ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു 8.25 ലക്ഷം രൂപയ്ക്ക് വരുമായിരിക്കും. അപ്പോൾ ഏകദേശം 9 ലക്ഷം രൂപയ്ക്ക് നമുക്ക് വേഴ്സസ് കിട്ടുമെന്ന് തോന്നുന്നു. പിന്നെ ഒരു കാര്യം പറയുന്നത് ക്ഷീണം തീരെ ഇല്ലാത്തൊരു റൈഡിങ് നേച്ചറാണ്. അപ്പോൾ നമ്മളൊരിത്തിരി ദൂരം ഓടിച്ചാൽ നമുക്ക് വലിയൊരു ഫാറ്റീഗും കാര്യങ്ങളൊന്നും ഇല്ല. അതായത് വലിയ ടയറുണ്ട്, നല്ല സസ്പെൻഷനാണ്, സസ്പെൻഷൻ ട്രാവലർ ഭയങ്കര കൂടുതലാണ്. അതായത് നമ്മുടെ റോഡുണ്ട്, നമ്മുടെ മോശം റോഡുകളാണ് നമ്മുടെ ഒരു മുഖമുദ്ര, കേരളമാണ്. അപ്പോൾ നമ്മുടെ റോഡുകളുടെ ഞാൻ പറഞ്ഞത് ഈ ഒരു ഹൈവേ അല്ല, ഹൈവേയിൽ കാര്യമായിട്ട് മോശമൊന്നുമില്ല. അതല്ലാണ്ട് മോശം റോഡുകൾ ഒരുപാട് വില്ലേജ് റോഡുകളൊക്കെ ഉണ്ട്, നമ്മുടെ ചെറിയ ചെറിയ നാട്ടുമ്പുറത്തെ റോഡുകളൊക്കെ മോശമാണ്. ആ മോശം റോഡുകളൊക്കെ നമുക്കൊന്ന് പേടിക്കാതെ, അതായത് വലിയ പ്രശ്നമൊന്നുമില്ല, ഇത് വേഴ്സസാണ് എന്നുള്ള മൈൻഡിൽ ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റിയ വണ്ടി എന്ന നിലയ്ക്ക് വണ്ടിയെ കാണാം. അതായത് ചുമ്മാ അങ്ങ് എടുത്തിട്ട് കുഴിയൊക്കെ എടുത്തിട്ട് അങ്ങ് പോകാം. ഹമ്പൊന്നും പിന്നെ ചിന്തിക്കുകയേ വേണ്ട. ജമ്പ് ചെയ്യാനൊക്കെ പറ്റിയ വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ജമ്പൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം സർക്കസുകൾ നമുക്ക് കാണിക്കണ്ട. ശരിക്കും ലോങ് ഓടിക്കാൻ ഉതകുന്നൊരു വണ്ടി തന്നെയാണ് ഈ 650. അതായത് ലോങ് ഓടിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, റൈഡിങ് പോസ്റ്റർ ഏറ്റവും റിലാക്സ്ഡ് ആണ്. കൂടാതെ വൈഡായിട്ടുള്ള ഹാൻഡിൽ ബാർ, നല്ല കംഫർട്ടായിട്ട് നമുക്കിന്ന് റൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കൂടാതെ വിൻസ്ക്രീൻ പോലുള്ള കാര്യങ്ങളുണ്ട്, കാറ്റടിക്കുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അത് മാത്രമല്ല നല്ല ഫുഡ് പേക്സ് ഒക്കെ തന്നെ, കാല് വയ്ക്കാൻ നല്ല സുഖമുണ്ട്. ഇനി ഹാൻഡിൽ ബാറിൻ്റെ പൊസിഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മാത്രമല്ല ഈ ഗ്രിപ്പൊക്കെ തന്നെ അത്യാവശ്യം നല്ല സ്മൂത്ത് ആയതുകൊണ്ട് പിടിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കൂളാണ് കാര്യങ്ങളൊക്കെ. അതായത് കൂളാണ് കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും ആ ഒരു TVSൻ്റെ റേസിംഗ് അക്കാഡമിക്ക് പോകണം. FMSAയുടെ ആ ഒരു ലൈസൻസിന് വേണ്ടി ഞാൻ ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുത്തല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. റിസ്റ്റ് പെയിൻ ഒഴിവാക്കാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അങ്ങനെ റിസ്റ്റ് പെയിൻ കാര്യമായിട്ട് ഇപ്പോൾ ഇല്ല, കാരണം റിസ്റ്റ് പെയിൻ വരുന്നില്ല. നമ്മൾ ആ ഒരു ഹാൻഡിൽ ബാറിൽ കാര്യമായിട്ട് ഒരു പ്രഷറൊന്നും കൊടുക്കാതെ നമ്മൾ നമ്മുടെ തൈ വെച്ചിട്ട് വണ്ടിയെ നിയന്ത്രിച്ചങ്ങ് ഓടിക്കുന്നതുകൊണ്ടേ എനിക്ക് തോന്നുന്നു ഇത് റൈഡിങ്ങിൻ്റെ ബാലപാഠങ്ങൾ നമ്മളെപ്പോഴും പഠിക്കണം. എന്നാലേ നമുക്ക് വലിയ വലിയ വണ്ടികളൊക്കെ ഓടിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ സ്റ്റെല്ല് പോലുള്ള ചാനലുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്നും അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു റൈഡിങ് കാര്യങ്ങളൊക്കെ. അതായത് നമ്മൾ വണ്ടി ഓടിക്കുന്നത് എങ്ങനെ, പഠിച്ചോടിക്കുന്നതും വെറുതെ പറമ്പര ഓടിക്കുന്നതും വ്യത്യാസമുണ്ട്. ഈ പറമ്പര ഓടിക്കാൻ പറയുമ്പോൾ ചുമ്മാ ഓടിച്ച് അങ്ങ് പോകുന്നുള്ള മൈൻഡേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് എപ്പോഴും നമുക്ക് കിട്ടുന്ന റിസോഴ്സുകളൊക്കെ യൂസ് ചെയ്തിട്ട് അങ്ങ് കാര്യങ്ങൾ അറിഞ്ഞ് ഓടിക്കുക എന്നുള്ളതാണ്. ഒട്ടും മടുപ്പ് തോന്നിക്കാത്ത റൈഡാണ്, അതാണ് മെയിനായിട്ട് പറയുന്നത്. അതായത് നമുക്ക് ഇങ്ങനെ കൈ കൊടുത്ത് ഇങ്ങനെ ചുമ്മാ ദൂരങ്ങൾ ഇങ്ങനെ താണ്ടാൻ, അതായത് ഒരുപാട് ദൂരം ഇങ്ങനെ താണ്ടി പോകാൻ തോന്നുന്നൊരു വണ്ടിയാണ് ഈ ഒരു വേഴ്സസ് 650. ഇപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, അത് ഞാൻ ഈ വീട്ടിൽ തുടങ്ങിയപ്പോൾ തൊട്ട് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ സൂപ്പർ ബൈക്കുകൾ അങ്ങനെ സ്ഥിരമായിട്ട് ഓടിക്കുന്ന ആളല്ല. നമ്മൾ സാധാരണ ബൈക്ക് ഓടിച്ച് പോകുന്നത് ലോങ്ങെല്ലാം പോകുന്നത് മാക്സിമം ഒരു 250 cc അല്ലെങ്കിൽ ഒരു 390 ഒക്കെയാണ്. ഹിമാലയൻ ഓടിച്ച് പോകാറുണ്ട്, ഇൻ്റർസെപ്റ്റർ ഓടിച്ച് പോകാറുണ്ട്. ഈ ലിറ്റർ ക്ലാസ് ബൈക്കുകളൊന്നും ടൂറിങ് നമ്മൾ ചെയ്യാറില്ല, അല്ലെങ്കിൽ നമ്മൾ ലോങ് ഒന്നും പോകാറില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിലും പുതിയൊരു എക്സ്പീരിയൻസ് ആയിട്ടൊക്കെ ഈ ഒരു റൈഡിനൊക്കെ കാണാം. ഇപ്പോൾ സൂപ്പർ കാറുകളാണെങ്കിലും സൂപ്പർ ബൈക്കുകളാണെങ്കിലും അഡ്വഞ്ചർ ബൈക്കുകളാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും വില കൂടിയ ടോയ്, ആ കാര്യം പറയാം, വില കൂടിയ ടോയ് എന്ന് പറയുന്ന ഒരു സംഗതി. അതായത് കുറച്ച് കാശ് കൊടുത്ത് നമ്മൾ വാങ്ങി എൻജോയ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വണ്ടികളെപ്പോഴും ഡെയിലി യൂസിന് കൂടി പറ്റിയതാവണം എന്നുള്ള മൈൻഡ് എനിക്കുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരിക്കലും ഒരു കാറ് മേടിച്ചിട്ട് അതവിടെ ഒരു ഫ്ലാറ്റ് ബെഡ് കയറ്റി കൊണ്ടുപോയിട്ട് ഓടിച്ചുകൊണ്ട് തിരിച്ചു വരിക, എന്നിട്ട് വീണ്ടും അതങ്ങ് അലമാര കയറ്റി വയ്ക്കുക, പിന്നെ ആവശ്യമുള്ള അതുപോലെ ചെയ്യുക, അങ്ങനെയുള്ള ഒരു അൺപ്രാക്ടിക്കലാണ്. ആ വാക്ക് തന്നെ ഇംഗ്ലീഷിലുണ്ടോ അറിയില്ല, എന്നാലും പ്രാക്ടിക്കൽ തീരെ അല്ലാത്ത വണ്ടികളോട് എനിക്ക് വലിയ താല്പര്യമില്ല. ആ ഒരു കാര്യത്തിൽ കൂടി ഒരു വേഴ്സസ് 650 അത്യാവശ്യം ഒരു ഗുണമുള്ള വണ്ടിയായിട്ട് തോന്നി. അതായത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഡെയിലി ഒന്ന് പൾസർ ഓടിക്കുന്ന പോലെ ഡെയിലി യൂസ് ചെയ്യാം. അത് മാത്രമല്ല ടൂറിങ് പോകാനായിട്ട് മികച്ച വണ്ടിയാണ്
അത്യാവശ്യം പേസ്, അതായത് അത്യാവശ്യം നല്ല സ്പീഡിൽ ഓടിച്ചുകൊണ്ട് നടക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അത് മാത്രമല്ല ഇപ്പോൾ വലിയ കാര്യമായിട്ട് പ്രശ്നങ്ങളില്ല, കാവാസാക്കി റിലയബിളും ആയിരിക്കും എന്ന് കരുതാം. പിന്നെ സസ്പെൻഷൻ ട്രാവലൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഏത് വിധത്തിൽ വേണമെങ്കിൽ. സീറ്റും അത്യാവശ്യം വൈഡാണ്, രണ്ടുപേർക്ക് വലിയ കുഴപ്പമില്ലാണ്ട് യാത്ര ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി ചെയ്തിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഈ ഒരു വണ്ടി ഓടിക്കാനായിട്ട് നല്ല ഫൺ ഫാക്ടർ ഉണ്ട്. അതായത് കൈ കൊടുത്താൽ പറന്ന് കയറി പോകുന്ന ഫീലുണ്ട്, ഇരിക്കുന്നൊരു ഉയർത്തായതുകൊണ്ട് നമുക്കൊരു കമാൻഡിങ് ഫീലുണ്ട്. അതുമാത്രമല്ല അത്യാവശ്യം ഫൺ ഫാക്ടറാണ് ഈ ഒരു വണ്ടിയുടെ മുഖമുദ്ര. കൂടാതെ ഇതൊരു അഡ്വഞ്ചർ ബൈക്കാണല്ലോ, അപ്പോൾ അത്യാവശ്യം അഡ്വഞ്ചറസ് ആയിട്ട് ഓടിക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അതുപോലെ ഈ ഒരു വീഡിയോ ഉപയോഗപ്പെട്ടു തന്നെ കരുതണം. അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലിലേക്ക് ക്ലിക്ക് ചെയ്യുക, എന്നാലേ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയറൊക്കെയാണ് നമ്മുടെ ഇന്ധനം, അറിയാലോ. ഇനി ഇതൊരു CKD മോഡലാണ്. CKD മോഡൽ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് നോക്ക് ഡൗൺ യൂണിറ്റ്. അങ്ങനെ CKD മോഡലാകുമ്പോഴും ഇതൊരു ഫുൾ ടൈം ABS ഒരു മോഡലാണ്. അത് നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാനൊന്നും പറ്റില്ല ABS. അപ്പോൾ ബ്രേക്കുകളുടെ കാര്യം പറഞ്ഞാൽ അത്യാവശ്യം നല്ല ബ്രേക്ക് കേട്ടോ. നല്ല ബ്രേക്ക് എന്ന് പറയുമ്പോൾ ആ ഒരു പിടിച്ചെടുത്ത് നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ട്. നമുക്ക് വലിയ പാനിക്കൊന്നും അല്ല ബ്രേക്കിങ്, അതായത് നല്ല ബ്രേക്കിംഗ് ആണ്. എനിക്കിതിൽ കാര്യമായിട്ട് നെഗറ്റീവ് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അതാണ് ഞാൻ വീണ്ടും പറയുന്നത്, ഇത് റിവ്യൂ അല്ല. റിവ്യൂവിലാണ് നെഗറ്റീവും പോസിറ്റീവ് ഒക്കെ പറയാം. ദിസ് ഇസ് ജസ്റ്റ് എൻ എക്സ്പീരിയൻസ് ഡ്രൈവ്. അതായത് ഞാൻ ഈ ഒരു വണ്ടി എക്സ്പീരിയൻസ് ചെയ്യുന്നു, എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഫീലിങ്ങൾ നിങ്ങളായിട്ട് പറയുന്നു. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഈ വണ്ടിയുടെ ഒരു എക്സ്പീരിയൻസ് നല്ലതായിട്ടാണ് തോന്നിയത്. മികച്ച ഒരു റൈഡ് തരുന്നുണ്ട്. കൂടാതെ ലീനിയർ ആയിട്ടുള്ള പവർ ഡെലിവറി, അത് മാത്രമല്ല ഓവർടേക്ക് ചെയ്യുക എന്ന് പറയുന്നതൊക്കെ വളരെ ഈസി ആയിട്ട് തോന്നി. അങ്ങനെ എല്ലാം കൂടി ചെയ്തിട്ട് ഈ ഒരു എക്സ്പീരിയൻസ് ആയിട്ടൊരു എക്സ്പീരിയൻസ് ആണ് എന്ന് തന്നെ പറയാം. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.